നമസ്കാരം, ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ഭാഗ്യം വർദ്ധിക്കാൻ നമ്മളെല്ലാവരും ഓരോ ഷോപ്പിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കും, ഹോട്ടലിൽ നിന്ന് കഴിക്കും, തിയേറ്ററിൽ പോവും, സിനിമ കാണും, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണ്: നിങ്ങൾ എല്ലാ ദിവസവും എല്ലാ തവണയും ഒരേ ഷോപ്പിൽ നിന്ന് വാങ്ങരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ ഓരോ ജംഗ്ഷനിലും 3-4 വെച്ചുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾ അവിടുത്തെ ആ ചുറ്റിനും ശ്രദ്ധിക്കുക, എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നു. നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നെങ്കിൽ അവിടുന്ന് പിന്നെ വാങ്ങരുത്. ഏതെങ്കിലും തരത്തിലുള്ള തർക്കമോ അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്ന ഒരു ഷോപ്പിൽ നിങ്ങൾ കഴിവതും അന്ന് സാധനം തന്നെ വാങ്ങരുത്, ജസ്റ്റ് അവിടുന്ന് മുങ്ങുക. ഓക്കെ, ചില ഷോപ്പുകളിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു നല്ല ഹാപ്പി മൂഡിലുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അവിടുന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾ വാങ്ങിച്ചിട്ട് ആ ദിവസം എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചിട്ട് അന്ന് മുഴുവൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ സംഭവങ്ങളും, ചെറിയ നിമിത്തങ്ങളും എല്ലാം തന്നെ ശ്രദ്ധിക്കുക. പോസിറ്റീവാണോ നെഗറ്റീവാണോ, നിങ്ങൾ ഭാഗ്യം വരുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ ഓരോ ഷോപ്പിലും, അതായത് അതിൻ്റെ ഒരു സാധനങ്ങളുടെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ വിലക്കുറവോ അല്ലെങ്കിൽ വില കൂടുതലോ അതൊന്നും തന്നെ നോക്കരുത്. മറിച്ച് നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ കയറുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കാനാവാത്ത തരത്തിൽ ഒരു നല്ല മൂഡ്, നല്ല മാനസിക അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നെങ്കിൽ മനസ്സിലാക്കാം അത് പോസിറ്റീവ് എനർജിയുള്ള ഒരു ഷോപ്പാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ സാധനങ്ങളുടെ ക്വാളിറ്റിയോ അതിൻ്റെ വിലയോ വിലക്കുറവോ കൂടുതലോ അതൊന്നും നോക്കരുത്. മറിച്ച് നമുക്ക് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മുടെ മാനസിക ഊർജം താഴ്ന്നു പോകുന്നു എന്നുള്ള ഒരു സംഭവം, ഒരവസ്ഥ ഉണ്ടാവരുത്. അതുപോലെ തന്നെ ഹോട്ടലുകൾ. ഓക്കെ, ഒരു ഹോട്ടലിൽ നമ്മൾ കയറുമ്പോൾ ഇപ്പോൾ നമുക്ക് ഹോട്ടലിലെ ഭക്ഷണത്തിൻ്റെ രുചിയോ ക്വാളിറ്റിയോ വിലയോ ഒന്നും നോക്കരുത്. മറിച്ച് നമ്മൾ ചുറ്റിനും ആ ഹോട്ടലിൽ കയറുമ്പോൾ നിങ്ങളുടെ മാനസിക ഊർജം, ഒരു ഹാപ്പി മൂഡ് സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ, അതാണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ അവിടുന്ന് കഴിച്ചിറങ്ങിയ ശേഷം നമ്മൾ ആ ദിവസം മുഴുവൻ നമ്മൾ ശ്രദ്ധിക്കുക, നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമുക്ക് ഇപ്പോൾ നമുക്ക് ഒരു ഹോട്ടലിൽ കയറി നമുക്ക് ബിരിയാണിക്ക് 200 രൂപയാണ് വിലയെന്ന് വെച്ചു. ഓക്കെ, നമുക്ക് കാശ് നഷ്ടപ്പെടുന്നു, പക്ഷേ നമ്മുടെ ആ മാനസിക ഊർജം നഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം. കാര്യം ബിരിയാണി 200 രൂപയുടെ കഴിച്ചാലും 100 രൂപയുടെ കഴിച്ചാലും 70 രൂപയ്ക്ക് ബിരിയാണിയുണ്ട്, 60 രൂപയ്ക്കും ബിരിയാണിയുണ്ട്. അപ്പോൾ അത് പണം എത്രത്തോളം ലാഭിക്കുന്നു എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. മറിച്ച് നമ്മുടെ മാനസികാവസ്ഥ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹാപ്പി മൂഡിലാണോ, അതായത് ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഹോട്ടലെന്നല്ല, ഏത് സ്ഥാപനമായാലും എന്ത് സ്ഥാപനമായാലും അപ്പോൾ അവിടെ നമുക്ക് മാനസിക സന്തോഷം ഉണ്ടാകുന്നു എങ്കിൽ മാത്രമേ വീണ്ടും ആ ഷോപ്പിൽ കയറാവുള്ളൂ. അതുപോലെ തന്നെ ഒരു ദിവസം അതിനുശേഷം മുഴുവൻ ദിവസവും നമ്മൾ നമ്മുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ കണക്കിലെടുക്കുക.
അപ്പോൾ ഭാഗ്യം കിട്ടുന്ന സ്ഥലത്ത് മതി നമ്മൾ പോകുന്നത്. മനസ്സിലായോ? ഇപ്പോൾ തന്നെ ഏറ്റവും ഉദാഹരണത്തിന് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ചുറ്റിനും നടക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പോസിറ്റീവ് ആണോ സംഭവങ്ങൾ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അവകാശപ്പെടുന്ന അതാണ്, ഞങ്ങളുടെ ചാനൽ കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം ഉണ്ടാവും എന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. ഇതിങ്ങനെ വെട്ടി തുറന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഔചിത്യമില്ലാത്ത, അത്ര വലിയ മര്യാദയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഞങ്ങളിത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളങ്ങനെ മനസ്സിലാക്കും. അത്രത്തോളം ആ രീതി, ആ ഒരു ട്രാക്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പറയുന്നു, ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇന്ന് ഈ വീഡിയോ നടക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ഇത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഇന്ന് മുഴുവൻ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തുക. അത് മാത്രമല്ല, ഞങ്ങൾ അവകാശപ്പെടുന്നത് ഒരു 2 മാസം ഒരു പരീക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഏകദേശം ഒരു 2 മാസം കൂട്ടുക. ഈ 2 മാസത്തിനിടയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ ഒന്നിൽ നടക്കുകയോ അല്ലെങ്കിൽ നടക്കാനുള്ള വഴിയൊരുങ്ങുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ തുടരുക. അതല്ല കംപ്ലീറ്റ് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് സംഭവിക്കുകയെങ്കിൽ ജസ്റ്റ് അൺസബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു എന്താ പറയുക, ഒരു ടിപ്പ് ഇന്നത്തെ. അത് കൂടാതെ ഈ പേഴ്സിൽ ഇപ്പോൾ പണം വെക്കുന്നതിനെ കുറിച്ച് ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു. ഓക്കെ, അത് കൂടാതെ ഇത് അന്ധവിശ്വാസമാണെന്ന് വിചാരിക്കരുത്, മറിച്ച് 100% ശ്രദ്ധിച്ചു കേൾക്കുക, 100% ശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഈ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്ന പല മെറ്റീരിയൽസും ഉണ്ട്. ഓക്കെ, ഇതൊക്കെ പല യൂട്യൂബ് ചാനലിലും വന്നിട്ടുള്ളതാണ്. എങ്കിലും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി അത് ഞാൻ ആവർത്തിക്കുകയാണ്. അതായത് പല സാധനങ്ങളുണ്ട്, പദാർത്ഥങ്ങൾ, മെറ്റീരിയൽസ്. ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് കർപ്പൂരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗുളിക രൂപത്തിലുള്ള കർപ്പൂരമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് നമ്മുടെ ഈ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ കിട്ടും. ഇച്ചിരി വില കൂടുതലാണ്. പക്ഷേ അത് നമ്മൾ പേഴ്സിൽ മാത്രമല്ല, നമ്മൾ കൊണ്ടു നടക്കുന്ന ബാഗിൽ, അതുപോലെ തന്നെ പണം വെച്ചേക്കുന്ന അലമാരയിൽ, അതുപോലെ തന്നെ പൂജാമുറിയിൽ വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ തന്നെയും ഇത് ഈ പച്ചക്കർപ്പൂരം, അതുപോലെ മഞ്ഞൾ എന്ന് പറയുമ്പോൾ മഞ്ഞൾ പൊടിയല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് പൂർണ്ണ രൂപത്തിലുള്ള മഞ്ഞൾ, അതും നിങ്ങൾക്ക് പേഴ്സിൽ സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പണം വെച്ചേക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് വെക്കുക. പച്ചക്കർപ്പൂരം, മഞ്ഞൾ, ഓക്കെ, പൂർണ്ണ രൂപത്തിലുള്ള മഞ്ഞൾ. പിന്നെ നമ്മൾ വേറെ പല കാര്യങ്ങളുണ്ട്, നിരവധി കാര്യങ്ങളുണ്ട്, പദാർത്ഥങ്ങളുണ്ട്. എല്ലാം കൂടി ഞാൻ പറയുന്നില്ല. എങ്കിലും ഏലക്ക സുഗന്ധമുള്ളതാണ്. അപ്പോൾ അത് പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് സയൻറ്റിഫിക്കായിട്ട് തെളിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏലക്ക തന്നെ തൊണ്ടോടുകൂടി വെക്കരുത്, മറിച്ച് ആ തൊണ്ട് എടുത്ത് കളഞ്ഞ് അതിനകത്ത് കുരു മറ്റുമൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ പേഴ്സിൽ സൂക്ഷിക്കുക, ബാഗിൽ സൂക്ഷിക്കുക, പണം വെച്ചേക്കുന്ന സേഫിൽ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ചന്ദനത്തിരിയുടെ പൊടി, ഓക്കെ, നല്ല സുഗന്ധമുള്ള ചന്ദനത്തിരിയുടെ പൊടി നിങ്ങൾ ഇത് ഒക്കെ പേഴ്സിലും മറ്റുമൊക്കെ സൂക്ഷിക്കുക. പിന്നെ അന്ന് ആദ്യത്തെ രണ്ടാമത്തെ വീഡിയോയിൽ മറ്റോ ഈ പേഴ്സിൽ പണം വെച്ചേക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഒരു സംശയം ചോദിച്ചിരുന്നു. അതായത് ഇപ്പോൾ പേഴ്സ്, ഓക്കെ, ഇതിൽ ഗാന്ധിജിയുടെ പടമുണ്ട്. ഓക്കെ, ഈ ഗാന്ധിജിയുടെ തല നമ്മൾ എടുക്കുമ്പോൾ, ഈ പേഴ്സിൽ നിന്ന് എടുക്കുമ്പോൾ
ശരിയായ രീതിയിൽ കാണുന്ന തരത്തിൽ വെക്കുക. ഓക്കെ, ഇതാ ഇപ്പോൾ ഇത് നേരെ തല തിരിച്ച് വയ്ക്കുകയാണെങ്കിൽ ഗാന്ധിജിയുടെ ഫോട്ടോ തലകുത്തി കിടക്കുകയാണ്. ഓക്കെ, അതിന് പകരം തീർച്ചയായിട്ടും ഗാന്ധിജിയുടെ രൂപം തീർച്ചയായിട്ടും ഇതുപോലെ, ഓക്കെ, ഇതുപോലെ കാണുന്ന രീതിയിൽ എടുക്കുമ്പോൾ കാണുന്ന രീതിയിൽ വെക്കുക. ഓക്കെ, തലകുത്തി ഇടരുത്. അത് മാത്രമല്ല, ഈ ഗാന്ധിജിയുടെ രൂപം, ഓക്കെ, ഗാന്ധിജിയുടെ രൂപം നമ്മൾ ഇങ്ങനെ വച്ചു. ഓക്കെ, എന്നിട്ട് ഈ പേഴ്സിൻ്റെ ഈ ഭാഗം, ഓക്കെ, തെക്കോട്ട് വെക്കുക. ഓക്കെ, തെക്കോട്ട് വെക്കുക. ഇപ്പോൾ എൻ്റെ ഇവിടെ ഈ ഭാഗം എന്ന് പറയുന്നത് തെക്കാണ്. അപ്പോൾ ഞാൻ പൂജാമുറിയിലൊക്കെ ഇത് വെക്കുമ്പോൾ ഗാന്ധിജിയുടെ രൂപം, തല, മുഖം തെക്കോട്ടാണ് വെച്ചേക്കുന്നത്. ഓക്കെ, തെക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവികരുമായിട്ട് ബന്ധപ്പെട്ടും ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ അങ്ങനെയൊക്കെയുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ തെക്ക് ദിക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഗാന്ധിജിയുടെ രൂപം നമ്മൾ തലകുത്തി ഇടുന്നില്ല, പകരം ഇതുപോലെ വെക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ ഭാഗം ഓക്കെ തെക്ക് ദിക്കിലിട്ട് വെക്കുക. ഓക്കെ, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, കൂടുതൽ വിശദീകരിക്കാം. അപ്പോൾ ഇന്നത്തെ ഭാഗ്യപെരുമഴ ഇവിടെ നിർത്തുകയാണ്. കാര്യം ഈ ഭാഗ്യം പെരുമഴയായിട്ട് 10 മിനിറ്റ് കൂടുതൽ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. അതുകൊണ്ട് മാത്രം നമ്മൾ തൽക്കാലം ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഭാഗ്യം കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ 1 രൂപ പോലും ഇല്ല, മറിച്ച് നിർഭാഗ്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത്. കിട്ടാനുള്ളത് സൗഭാഗ്യങ്ങളുടെ പെരുമഴയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു. പരീക്ഷിക്കുക, ഒരു 2 മാസത്തേക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലം വിടവാങ്ങുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.